ലെറ്റ്സ് ഗോ വാച്ച് എമ്പുരാൻ. കഴിഞ്ഞ തേഴ്സ്ഡേ ഇവിടെ ഇറങ്ങിയ ദിവസം ആക്ച്വലി ടിക്കറ്റ് ബുക്ക് ചെയ്തതായിരുന്നു. പക്ഷേ എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വർക്കിൻ്റെ കാര്യങ്ങൾ കാരണം വി കുഡ്ന്റ് ഗോ ബിക്കോസ് ഇറ്റ്സ് എ 2 hour ഡ്രൈവ്. അത്രയും ഓടി അവിടം വരെ എത്തണം, എനിക്ക് പിറ്റേ ദിവസം വർക്കിന് വരണം, എല്ലാം കൊണ്ട് ഞങ്ങൾക്ക് പറ്റത്തില്ല ദിവസം. അതുകൊണ്ട് അത് ക്യാൻസൽ ചെയ്തിട്ട് പിന്നെ പിറ്റേ ആഴ്ച എന്തായാലും പോകാമെന്ന് വിചാരിച്ചു. പിന്നെ പോകുന്നില്ലെന്ന് വരെ തീരുമാനിച്ചു, കാരണം നെഗറ്റീവായിട്ടുള്ള ഒരുപാട് റിവ്യൂസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഹസ്ബൻഡ് ലാലേട്ടന് വേണ്ടി ചാവാൻ കിടക്കുന്ന ഒരു മനുഷ്യൻ, അത്രയ്ക്ക് ഇഷ്ടമാണ്. ആൻഡ് ഐ എം ഓൾസോ എ ഹ്യൂജ് മോഹൻലാൽ ഫാൻ ആൻഡ് പൃഥ്വിരാജ് ഫാൻ. സോ ഐ വാസ് ലൈക്ക്, you know what, let's go watch it. നാളെ എനിക്ക് ലീവുള്ള ദിവസമാണ്. സോ വി ഡിസൈഡ് ടു ഗോ വാച്ച് ദ ഫിലിം. എന്താണ് താങ്കൾക്ക് അടിപൊളി സിനിമ. ഒരുപാട് നെഗറ്റീവ് കണ്ടിട്ട് ഞങ്ങളിങ്ങനെ നല്ല ഇതിരിക്കുവായിരുന്നു. അടിപൊളി സിനിമ, ചുമ്മാ ഒരു കാര്യമില്ല, അതിന്റെ അകത്തുനിന്ന് കട്ട് ചെയ്ത് കളയണം. അതിനകത്ത് കട്ട് ചെയ്യാനായിട്ട് എനിക്കൊന്നും തോന്നിയില്ല. സിനിമയായിട്ട് ഒരു രക്ഷയില്ല. എസ്പെഷ്യലി ഫൈറ്റ് സീനൊക്കെ, ഫൈറ്റ് രാജുവേട്ടൻ ലൈക്ക് ലാസ്റ്റ് ഒരു ഫൈറ്റ് ഒക്കെ ഉണ്ട്, എന്റെ പൊന്നളിയ ഒരു രക്ഷയില്ല. അത് പൃഥ്വിരാജിനെയും മോഹൻലാലിനെയും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ എക്സ്ട്രാ ഇഷ്ടപ്പെടും. ബിക്കോസ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള 2 ആക്ടേഴ്സാണ്. ആൻഡ് ഐ വാസ് ജസ്റ്റ് റിയലി ഹാപ്പി. തിയേറ്റർ എക്സ്പീരിയൻസ് മിസ്സാക്കാൻ പാടില്ല. OTT കണ്ടിട്ട് എനിക്ക് തോന്നുന്നില്ല ഇത്ര എഫക്ട് കിട്ടുന്നു. എല്ലാരും കാണാനല്ല ഭംഗി. മുരളി ഗോപി എന്റെ മോനെ, മഞ്ജു വാര്യരെ കാണാൻ പ്രത്യേക ഭംഗിയാണ്. എല്ലാവരെയും കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. പൃഥ്വിരാജിന്റെ യങ്ങർ വെർഷനായിട്ട് അഭിനയിച്ച ചെറുക്കൻ അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാരും ഒന്നിനൊന്ന് വെച്ചു.